നമ്മളെല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ ഇപ്പോൾ ചക്ക. ഇപ്പോൾ ചക്കയൊക്കെ ഒരുപാട് കിട്ടുന്ന സമയമാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒന്ന് ചക്കയൊക്കെ പഴുത്ത ചക്കയൊക്കെ കിട്ടണമെങ്കിൽ ഒന്ന് വിരകി വെക്കണമെങ്കിൽ ഒരുപാട് നാളെന്ന് പറഞ്ഞാൽ ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ ഒന്നാണ് നമ്മുടെ ഈ ചക്ക എന്ന് പറയുന്നത്, ചക്ക വിരകിയത്. അന്ന് നമുക്ക് വേണമെങ്കിൽ പലതരം പലഹാരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ഒരു പലഹാരമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഹലോ, ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റും പഞ്ഞി പോലുള്ള ഭയങ്കര ടേസ്റ്റുള്ള ഒരു ചക്കയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. 4 മണിക്ക് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി പലഹാരം കൂടിയാണ്. കുട്ടികൾക്കെന്ന് മാത്രമല്ല വലിയവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു 4 മണി പലഹാരമാണ് നമ്മുടെ ഈ ചക്കയപ്പം. വളരെ സോഫ്റ്റ്, വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചക്കയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വന്നാലോ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഒരു 2 കപ്പ് അരി, നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ജീരകശാല അരിയാണ്, അതൊന്ന് ഉച്ചക്ക് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2 കപ്പാണ് എടുത്തത്. അപ്പം നമുക്ക് ഇനി അതൊന്ന് അരച്ചെടുക്കാം. ജാറിൽ ഞാൻ അരി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് ഞാൻ 1 കപ്പ് തേങ്ങയാണ് ഇട്ടെടുത്തേക്കണത്. 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 വലിയ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ച് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ പകുതി ഭാഗം മാത്രം ഞാൻ ഒഴിക്കണുള്ളൂ കേട്ടോ. ബാക്കി പകുതി ഭാഗത്തിൽ ഞാനിവിടെ നേരത്തെ ചക്ക കിട്ടിയിരുന്നപ്പോൾ ഒന്ന് വിരകി വെച്ചതാണ്. എന്നിട്ട് അത് ഫ്രിഡ്ജിലോട്ട് എടുത്തത്. അത് ഒരുപാട് നാൾ കേടാകാണ്ടിരിക്കുക. അതിൽ നിന്ന് ഒരു 2-3 വലിയ സ്പൂൺ തന്നെ ചക്കയുടെ പൾപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചിട്ട് ഇതേ ഇപ്പോൾ കണ്ടില്ലേ, അരച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒഴിച്ചെടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക. ചക്കയപ്പം ഉണ്ടാക്കാനുള്ള ടെക്സ്ചറാണ് ഇത്. അപ്പം നമുക്കിനി ഇതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മുടെ ചക്കയപ്പം ഒന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കുക. അതിനായിട്ട് ഞാനിവിടെ ഇഡ്ഡലിത്തട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അതിലേക്ക് കുറേശ്ശെ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റീൽ പാത്രത്തിൽ വേണം, നമ്മൾ ചോറൊക്കെ തിന്നണ സ്റ്റീൽ പാത്രത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ആവിയേറ്റി എടുക്കാട്ടെ. നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇഡ്ഡലി തട്ട് എടുത്തേക്കണത്. അപ്പം ഞാനിതെല്ലാത്തിലും ഈ മാവൊന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. ഇതൊരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ആകും. നമ്മുടെ ഈ മാവ് പെട്ടെന്ന് തന്നെ വെന്ത് വരുന്നതാണ്. ഒരു 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുത്ത് വെച്ചാൽ മതി. എൻ്റെ വീഡിയോ ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നോട്ടിഫിക്കേഷൻ വരാത്തവരൊന്ന് അതൊന്ന് ബെൽ ബട്ടണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അവിടെ ഓളെന്ന ഓപ്ഷൻ വരുമ്പോൾ അതൊന്നും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് കയറിക്കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ മാവൊക്കെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്നു നോക്കിയതണ്ട, ഇപ്പോൾ കറക്റ്റ് പരുവത്തിലാണ് ഇത് വെന്ത് കിട്ടിയിട്ടുള്ളത്. നല്ല സോഫ്റ്റുമാണ്. ഇപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ചക്ക വെച്ചിട്ടുള്ള അപ്പം, ചക്കയപ്പം? പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ടുവരും. വളരെ സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള ഒരു ചക്കയപ്പമാണിത്. 4 മണിക്ക് ചായൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നാടൻ ഹെൽത്തി റെസിപ്പി കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ എപ്പോഴും പറയുന്നത് പോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.